തുമ്മൽ, മൂക്കൊലിപ്പ്, ചുമ, ശ്വാസമുട്ടൽ തുടങ്ങിയ സാധാരണ വരുന്ന അലർജിക്ക് മിക്ക ആളുകളും ഇന്ന് സിട്രസിൻ പോലുള്ള ആന്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് കാണാറുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം ലഭിക്കുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതേ ബുദ്ധിമുട്ട് വീണ്ടും വരാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഈ അലർജി ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങൾ രോഗത്തെയല്ല, രോഗലക്ഷണത്തെ മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ IG എന്നൊരു ആന്റിബോഡി ഉണ്ട്. സത്യത്തിൽ ഫോറിൻ ബോഡിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കലാണ് ഇതിന്റെ പ്രധാന പണി. പക്ഷേ ചിലരുടെ കാര്യത്തിൽ ണെങ്കിൽ ഈ IG ഓവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് വലിയ കുഴപ്പങ്ങളില്ലാത്ത സാധാരണ പൊടി, പൂമ്പൊടി, ചില ഭക്ഷണങ്ങൾ എന്നിവ പോലും ശരീരത്തിന് ഹാനികരമാണെന്ന് തെറ്റിദ്ധരിച്ച് IG അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി തുമ്മൽ, ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, ശ്വാസമുട്ടൽ പോലുള്ള അലർജി ലക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആവർത്തിച്ചു വരുന്ന അലർജി നിങ്ങൾക്കുണ്ടെങ്കിൽ സെൽഫ് മെഡിക്കേഷൻ മാത്രം ചെയ്യാതെ ഒരു അലർജി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ആവശ്യമെങ്കിൽ നേസൽ സ്പ്രേയും ഇൻഹേലറും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ശാശ്വത പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ലോങ് ടേം ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്.